തെക്കൻ ഫിലിപ്പൈൻസിൽ വൻ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 8.2 തീവ്രത രേഖപ്പെടുത്തി. ഫിലിപ്പൈൻസിലും ഇന്തോനേഷ്യയിലും ജപ്പാനിലും സുനാമി മുന്നറിയിപ്പുണ്ട്. അനുശ്രീ വിവരങ്ങളുമായി ചേരും. അനുശ്രീ, എന്താണ് മുന്നറിയിപ്പുകൾ? എന്താണ് നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? രഞ്ജിത്ത്, ഇന്ന് രാവിലെയോടെയാണ് മിൻഡനാവോ ദ്വീപിൽ വലിയ തരത്തിലുള്ള ഭൂചലനം അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ടായത്. തുടക്കത്തിൽ 7.2 തീവ്രതയായിരുന്നു ഭൂചലനമായി രേഖപ്പെടുത്തിയിരുന്നത്. അത് പിന്നീട് 8.2 തീവ്രതയായി രേഖപ്പെടുത്തുകയായിരുന്നു. വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങളോ മരണങ്ങളോ ഒന്നും തന്നെ ഇപ്പോൾ അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ വൈദ്യുതി തടസ്സമുണ്ടാവുകയും ചില കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്തു. സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജനങ്ങളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ അധികൃതർ നീങ്ങിയിട്ടുണ്ട്. ഇതുവരെ അനുഭവപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഭൂചലനമാണ് ഇപ്പോൾ അനുഭവപ്പെട്ടത് എന്നാണ് അവിടെ നിന്ന് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും അറിയാൻ സാധിക്കുന്ന വിവരം. പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വലിയ തരത്തിലുള്ള ഒരു ഭൂചലനമാണ് അനുഭവപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രഭവ കേന്ദ്രമായി പറയുന്നത് മിൻഡനാവോയിലെ ജനറൽ സാന്റോസ് നഗരത്തിന് സമീപമുള്ള ഒരു കടൽ പ്രദേശം എന്നുള്ളതാണ്. ഏകദേശം 10 കിലോമീറ്റർ ആഴത്തിൽ ആണ് ഈ ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടിരിക്കുന്നത്. ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ, ജപ്പാൻ എന്നിവിടങ്ങളിലായി സുനാമി മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട്. വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങളൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഏകദേശം 1 മീറ്റർ മുതൽ 3 മീറ്റർ വരെയുള്ള തിരമാലകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ വലിയ തരത്തിലുള്ള വൈദ്യുതി മുടക്കം, കെട്ടിടങ്ങൾക്ക് കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം, ഈ ഫിലിപ്പീൻസ്, ജപ്പാൻ അടക്കമുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ഭൂകമ്പ സാധ്യതകൾ നിലനിൽക്കുന്ന പ്രദേശമാണ്. ഈ 8.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായതിന് പിന്നാലെ തന്നെ ചെറിയ തരത്തിലുള്ള മറ്റു ഭൂചലനങ്ങൾ അവിടെ അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ചില ആളുകൾക്ക് പരിക്കുകൾ സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവർക്ക് വൈദ്യസഹായം ഏർപ്പെടുത്തുന്നതിലേക്കടക്കം അധികൃതർ കടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതാണിപ്പോൾ നിലവിലെ സാഹചര്യം. രഞ്ജിത്ത്, അനുശ്രീ വിവരങ്ങൾ പങ്കുവച്ചു.